ഇപ്പോൾ എം.എൽ.എ. CK ആശ കൂടി ചേരുകയാണ് സ്ഥലത്ത് നിന്ന്. ശ്രീമതി CK ആശ, നിലവിൽ അവിടെയുള്ള സാഹചര്യം എങ്ങനെയാണ്? ഇവിടെ അപകടത്തിൽപ്പെട്ടത് ആവേമരിയ എന്ന് പറയുന്ന എറണാകുളം കോട്ടയം റൂട്ടിൽ ഓടുന്ന ഒരു ബസ്സാണ്. 40ഓളം പേർക്ക് പരിക്കുകളുണ്ട്. എല്ലാവരും തന്നെ ഇപ്പം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ആദ്യം 1-2 ആംബുലൻസുകൾ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പേഷ്യൻസ് ഇവരുമായിട്ട് പരിക്കേറ്റവരുമായിട്ട് ഗുരുതരമായ പരിക്കുകൾ ഇല്ലെന്നാണ് ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നവരിൽ നിന്നും പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിലും 40ഓളം പേരുണ്ട്. അതിൽ ഒരാൾക്ക് അല്പം ഗുരുതരമായ പരിക്കുണ്ടെന്നും അറിയുന്നു. അതോടൊപ്പം ഈ ബസ് തലകീഴായി മറിയുന്ന തരത്തിൽ ഒരു അമിത വേഗതയിലാണ് എത്തിയതെന്നൊക്കെ നാട്ടുകാർ പ്രതികരിക്കുന്നത് മനസ്സിലാക്കുന്നു. ആ തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കാനായിട്ടുണ്ടോ? നമ്മൾ അറിഞ്ഞ പ്രകാരം തന്നെ സ്റ്റോപ്പ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് കുറച്ചധികം പോസ്റ്റുകളൊക്കെ ഇടിച്ചു മറിച്ചാണ് എതിർവശത്തേക്കാണ് ബസ് ഇപ്പം മറിഞ്ഞിട്ടുള്ളത്. അപ്പോ അമിത വേഗത്തിന്റെ ആണോ ഇനി ഡ്രൈവർക്ക് മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ ആണോ ഇതൊന്നും നമുക്കിപ്പം അത് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. എന്താണെങ്കിലും അത് പരിശോധിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതോടൊപ്പം എം.എൽ.എ. ഈ രക്ഷാപ്രവർത്തനം തുടക്കത്തിൽ തന്നെ നടത്താനായത് വലിയ അപകടത്തിലേക്ക് പോകാതെ തന്നെ കാര്യങ്ങൾ എത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? ഫയർഫോഴ്സ്, പോലീസ്, ഒപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാവരുടെയും വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും സ്പോട്ടിൽ നല്ല പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ ഇവിടെ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഒക്കെ നല്ല ഒരു ക്രൗഡ് ഉണ്ട്. അവരെല്ലാവരും ഇതുമായിട്ട് സഹകരിച്ചാണ് പോകുന്നത്. ഇപ്പൊ ട്രെയിൻ കൊണ്ടുവന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ട്രെയിൻ കൊണ്ടുവന്ന് ബസ് ഉയർത്തുന്നതിനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത്. അല്ലെങ്കിൽ ട്രാഫിക്കിനെ അത് ബാധിക്കുന്നുണ്ട്. ഭയങ്കരമായ ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ബസ് ഉയർത്തി അവിടുന്ന് മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ബസ് തലകീഴായി മറിഞ്ഞ അതേ അവസ്ഥയിൽ തന്നെയാണോ? ഗതാഗത കുരുക്ക് ഇപ്പോഴും ആ സ്ഥലത്ത് തുടരുകയാണോ? അതെ, ബസ് ഇപ്പം മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇത് കോട്ടയം എറണാകുളം റൂട്ട് എന്ന് പറയുന്നത് വലിയ ട്രാഫിക് ഉള്ള റൂട്ട് എന്ന നിലയിൽ വലിയ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ബസ് അടിയന്തരമായി തന്നെ നമുക്ക് ട്രെയിൻ ഉപയോഗിച്ച് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ ഇത്രയേറെ വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു റൂട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സാധ്യമാകുന്ന ഒരു രീതിയിലല്ല പോകുന്നത്. ഒരു അല്പം ട്രാഫിക് ഒരു കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ട്രാഫിക് ഇത്തിരി കുറഞ്ഞതിന് ശേഷം നമുക്ക് ഉയർത്താമെന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം ഇവിടെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. വളരെയധികം നന്ദി ശ്രീമതി CK ആശ ഈ സമയം പ്രതികരിച്ചതിന്. എന്തായാലും വലിയ അപകടമാണ് കോട്ടയം വൈക്കം തലയോലപ്പറമ്പിൽ ഉണ്ടായത്. ബസ് തലകീഴായി മറിയുകയായിരുന്നു. അമിത വേഗതയിലാണ് എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ അറിയിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. ഗോകുൽ രമേശ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, എന്തായാലും നമ്മൾക്ക് ആശങ്കപ്പെടേണ്ട തരത്തിൽ ഉള്ള ഒരു പരിക്ക് പലർക്കും ഇല്ല എന്ന് തന്നെ എം.എൽ.എയും വ്യക്തമാക്കുന്നു. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റവരിൽ പോലും ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയ അപകടം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ തുടക്കത്തിൽ തന്നെ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ എല്ലാവർക്കും, നാട്ടുകാർ ഉൾപ്പെടെ രംഗത്തെത്തിയത് വലിയ നേട്ടമായി എന്ന് കരുതാം അല്ലേ? കാരണം എല്ലാവരെയും തന്നെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായി എന്നത് വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ കൃത്യമായിട്ട് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ നാട്ടുകാരുടെയും പോലീസിന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ആ അപകടത്തിൽപ്പെട്ടവരെ കൃത്യമായിട്ട് ബസ്സിന് പുറത്തെത്തിക്കാൻ സാധിച്ചതും ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചതും വലിയ ഒരു അല്ലെങ്കിൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, സഹായകമായിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് മുഴുവൻ ആളുകളെയും നമുക്ക് ആശുപത്രിയിലേക്ക് മാറ്റാനായിട്ട് സാധിച്ചു എന്ന് തന്നെയാണ് അവിടുത്തെ ആളുകൾ നമ്മളോട് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം അപകടം നടന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറോളം ആകുന്നു. ഈ സമയം കൊണ്ട് തന്നെ മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊതിയിലെയും അതോടൊപ്പം തന്നെ മുട്ടുചിറയിലെയും 2 സ്വകാര്യ ആശുപത്രികളിലേക്കാണ് ഈ പരിക്കേറ്റിട്ടുള്ള ആളുകളെ മാറ്റിയിരിക്കുന്നത്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്, അല്ലെങ്കിൽ അതീവ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യം അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇല്ല എന്ന് തന്നെയാണ് നിലവിൽ ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും കൃത്യസമയത്ത് പോലീസിന്റെ ഒക്കെ ഇടപെടൽ കാര്യക്ഷമമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഒരു വലിയ എമർജൻസിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാതിരുന്നത്. എങ്കിൽ പോലും വളരെ
വളരെ വലിയൊരു അപകടമായി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 60ഓളം യാത്രക്കാരായിരുന്നു ആ ബസ്സിനകത്ത് ഉണ്ടായിരുന്നത്. നിന്നുകൊണ്ട് പോലും ആളുകൾ യാത്ര ചെയ്തിരുന്നു. തിങ്ങി നിറഞ്ഞ് ആളുകൾ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അനുവദിക്കപ്പെട്ടതിൽ അധികം ആളുകൾ യാത്രക്കാർ ആ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒഴിവായത് ഒരു വൻ ദുരന്തം എന്നൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്കിൽ പോലും 50ഓളം ആളുകൾക്ക് പരിക്കേറ്റു എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള കാര്യമല്ല, സാരമുള്ള പരിക്കല്ല. എങ്കിൽ പോലും 50ഓളം ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളത് ചൂണ്ടുന്നത് അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത് വലിയൊരു ഗൗരവക്കുറവിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ആ ബസ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഗൗരവക്കുറവിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. ബസ് അമിത വേഗതയിലായിരുന്നു. രാത്രി സമയമായിട്ട് കൂടി, പ്രത്യേകിച്ച് മഴയുടെ സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി ഒരു നിയന്ത്രണം ഡ്രൈവർ വരുത്തിയിരുന്നില്ല. അമിത വേഗതയിൽ തന്നെയായിരുന്നു ബസ് വന്നിരുന്നതെന്നാണ് കണ്ടുനിന്ന ആളുകളൊക്കെ തന്നെ നമ്മളോട് ഇപ്പോൾ പറയുന്നത്. ബസ് നിയന്ത്രണം വിട്ടൊരു പോസ്റ്റിലിടിച്ചതിന് ശേഷമാണ് മറിഞ്ഞത്. തലകീഴായി മറിഞ്ഞിട്ടുണ്ട്. ബസ് നീക്കം ചെയ്യാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതിനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവിടെ നിന്നും ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാതയിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്. 1 മണിക്കൂറോളമായിട്ട് വലിയ ഗതാഗത കുരുക്ക് ആ പാതയിലുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം എറണാകുളം റൂട്ട് കൂടിയിട്ടാണ്. ഒരുപാട് വാഹനങ്ങൾ മുഴുവൻ സമയവും യാത്ര ചെയ്യുന്നൊരു പാത കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ബസ് റോഡിന് കുറുകെയായിട്ടാണ് കിടക്കുന്നത്. തലകീഴായിട്ട് ബസ് മാറ്റിയാൽ മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പ്രഥമ നടപടി എന്നോണം അതിൽ നിന്നുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് ആദ്യം ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ബസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചത്. കൃത്യമായിട്ട് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പോലീസ് അടക്കമുള്ള സേനകളുടെയും ഒക്കെ തന്നെ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഈ അപകടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴും അവരവിടെ തുടരുന്നുണ്ട്. ഈ ബസ് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ട അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടലുകൾ അവിടെ നിന്ന് അധികൃതർ നടത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പരിക്കേറ്റവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും അപകടം വളരെ ഗൗരവപൂർണ്ണമായിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് രാത്രി സമയത്തുള്ള അമിത വേഗതയൊക്കെ തന്നെ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബസ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച തന്നെയാവാം ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായിട്ടുള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആളുകൾ നൽകുന്ന വിവരമനുസരിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റ ആളുകൾ ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അല്പസമയത്തിനൊക്കെ തന്നെ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് വന്നുകൊണ്ടിരുന്ന യാത്ര ചെയ്തിരുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ എമർജൻസിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ശരി ഗോകുൽ, എന്തായാലും വലിയ അപകടം തന്നെയാണ് കോട്ടയം വൈക്കം തലയോലപ്പറമ്പിൽ ഉണ്ടായത്.